തൃശൂർ അതിരപ്പള്ളിയിൽ തുമ്പിക്കൈ മുറിഞ്ഞ ആനയെ കണ്ടെത്താൻ വനം വകുപ്പ് വീണ്ടും ശ്രമം തുടങ്ങി. ഇന്നലെ മുതലാണ് വനം വകുപ്പിന്റെ പരിശോധന തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി 10 ക്യാമറ ട്രാപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതേസമയം ആന വീണ്ടും ഉൾവനത്തിലേക്ക് പോയതായാണ് വനം വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ആനക്കയത്തെ പുല്ലുമേട്ടിൽ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് വീണ്ടും അന്വേഷണം ഊർജിതമാക്കിയത്. വനപാലകർ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. 10 ഇടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാട്ടാനയുടെ തുമ്പിക്കൈ 3/4 ഭാഗത്തോളം മുറിഞ്ഞ നിലയിലാണ് ചിത്രങ്ങളിലുള്ളത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ വൈപ്പിൻ സ്വദേശി VS ഷാനു പകർത്തിയ കാട്ടാനയുടെ പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇക്കഴിഞ്ഞ 20-നാണ് ചിത്രമെടുത്തത്. 2021 ഫെബ്രുവരിയിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഫോട്ടോഗ്രാഫർ ആരിഫ് തുമ്പിക്കൈയിൽ കുരുക്കുമായി നിൽക്കുന്ന ആനയുടെ ചിത്രം പകർത്തി വനം വകുപ്പിന് പരാതി നൽകിയിരുന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. 3 ആഴ്ച മുൻപ് പാലക്കാട് സ്വദേശികൾ ഇതേ ആനയുടെ ചിത്രം പകർത്തി പുറത്തുവിട്ടതോടെയാണ് വീണ്ടും ഈ സംഭവം ചർച്ചയായത്. ഇതിനുശേഷം വനം വകുപ്പ് അന്വേഷണം നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനായിരുന്നില്ല. ഇതിനിടയിലാണ് കുരുക്ക് വേർപെട്ട് തുമ്പിക്കൈ 3/4 ഭാഗത്തോളം അറ്റുതൂങ്ങിയ നിലയിലുള്ള ആനയുടെ പുതിയ ചിത്രം പുറത്തു വന്നിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.